ഹായ് ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? 2 മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞു. സ്കൂളെല്ലാം തുറന്നു. 2 ആഴ്ചയായി. എല്ലാ വർഷത്തെ പോലെയും മഴയും മക്കളെ സ്കൂൾ തുറക്കാൻ വേണ്ടി കാത്തിരുന്നു. എല്ലാ ദിവസവും മഴയാണ്. കൊണ്ടാക്കുന്ന സമയത്തിനായിരുന്നാലും, തിരിച്ച് വിളിക്കുന്ന സമയത്തിനായിരുന്നാലും നല്ല മഴയാണ്. എല്ലായിടത്തും അങ്ങനെയല്ലേ? അല്ലേ? ഇപ്പോഴത്തെ മഴ നമ്മളെ കളിപ്പിക്കുന്ന പോലെയാണ്. ഞാൻ ഇറങ്ങുന്ന സമയത്തിന് വീടിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരം നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞെത്തിയപ്പോൾ അവിടെ മഴയില്ല. ദാ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നത്തെ പോലെ ഇന്ന് ലേറ്റായി കേട്ടോ. സ്കൂൾ ബസ്സെല്ലാം ഞാൻ പോകുന്ന സമയത്ത് സ്കൂൾ ബസ്സെല്ലാം പോയി. മക്കളെ പരാതിയാണ് ഞാൻ ഇന്ന് ലേറ്റായിട്ടേ പോളൂന്ന്. കാരണം ലേറ്റായിട്ട് പോയാലേ കുറച്ച് താഴെ ഇറങ്ങാൻ പറ്റും വണ്ടിയും കൊണ്ട്. അപ്പോൾ അവർക്ക് നടന്ന് മോളോട്ട് കയറേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായിട്ട് പോകുന്നത്. മഴ പെയ്ത് ഗ്രൗണ്ടെല്ലാം ഒരു ചെളിമയമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ചെളിയാവുന്നതിന്റെ ബുദ്ധിമുട്ടറിയാലോ. എന്നും എന്നും കാറ് കഴുകാനുള്ള എനർജിയൊന്നും ഇല്ലായിരിക്കും എല്ലാവർക്കും. അതുമല്ല മടിയായിരിക്കും എന്നും എന്നും കഴുകുമ്പഴേ. പിന്നെ ചെളിയില്ലാത്ത സ്ഥലം നോക്കി കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് ചെളിയില്ലാത്ത സ്ഥലം എന്ന് പറയാൻ പറ്റില്ല. ചെളി കുറച്ച് കുറവുള്ള സ്ഥലം നോക്കി കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങി കുടയും എടുത്ത് കുടയെടുത്തില്ലെങ്കിൽ എപ്പോഴാണ് മഴ പെയ്യണേന്ന് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കുട എടുത്തത്. തലവേദനയായോണ്ട് ഒരാളിന്ന് സ്കൂളിൽ പോയില്ല. വണ്ടിയും കൊണ്ട് താഴെ ഇറങ്ങി പോവാമെന്നുള്ള മോഹം അങ്ങ് വ്യാമോഹമായി മാറിയതുപോലെ ആയിപ്പോയി. കാരണം എല്ലാ പേരൻസും വണ്ടിയിലാണ് മക്കളെ വിളിക്കാൻ വേണ്ടി വന്നത്. അതുകൊണ്ട് ഒരാൾ ഇറങ്ങിപ്പോയാൽ എല്ലാരും കൂടെ പോവല്ലോ. അത് പിന്നെ അതൊരു പ്രശ്നമാവും. അതുകൊണ്ട് താഴെ ഇറങ്ങി പറ്റിയില്ല. താഴെ ഇറങ്ങിയപ്പോൾ ആദ്യം വന്നത് ഐഷുകുട്ടിയായിരുന്നു. ഐഷുകുട്ടി കണ്ണുടനെ ചോദിച്ചു, "കുഞ്ഞാ വീഡിയോ എടുക്കുകയാണോ?" ഞാൻ പറഞ്ഞ്, "ഓ." അപ്പോൾ അവള് കുറച്ച് നാണമായിട്ടൊക്കെ നിന്നു. അത് കഴിഞ്ഞ് വന്നത് ആദ്യക്കുട്ടനായിരുന്നു. ആദ്യക്കുട്ടൻ ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് സ്ലോ മോഷനായിട്ട് നടന്നു വരണതാണ് കാണുന്നത്. അടുത്ത് വന്നപ്പം ഒരു ചിരിയോട് കൂടിയ ഹായ് പറഞ്ഞു. അത് കണ്ട് ഐഷുകുട്ടിയും ഹായ് ഹായ് പറഞ്ഞു. പിന്നത്തെ നമ്മുടെ ക്യാമറാമാൻ ആദ്യക്കുട്ടനാണേ. ഫോൺ വാങ്ങിച്ചിട്ട് അവൻ ചേച്ചിമാരെ തന്നെ ആദ്യം പറ്റിച്ചു. ക്ലാസ്സിലിരുന്ന് സ്നാക്സ് കഴിക്കാതെ പുറത്ത് കൊണ്ടുവന്നാണ് കഴിച്ചത്. അത് തന്നെ അവൻ ആദ്യം എടുത്തത്. കൂടെ ഉണ്ടായിരുന്നത് അവരെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഒരുമിച്ചായിരുന്നു പഠിച്ചത്. ഈ പ്രാവശ്യം ഡിവിഷൻ മാറി. അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്നും പുറത്തിറങ്ങി കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ വരുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടെ തിരിച്ച് നമ്മള് പോകുന്നത് ചേച്ചിയുടെ വീട്ടിലോട്ടാണ്. മക്കള് പഠിക്കുന്ന സ്കൂളും ട്യൂഷനും ചേച്ചിയുടെ വീടിൻ്റെ അടുത്താണ്. അപ്പൊ പിന്നെ വീട്ടിൽ പോയിട്ട് വരുന്നത് കുറച്ച് പാടായിരിക്കുമെന്ന് കരുതി എന്നും ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ട്യൂഷന് പോയിട്ടേ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോവാറുള്ളൂ എന്നും. ഇതിന് മാത്രം ഇവർക്ക് ഇത്ര സംസാരിക്കാൻ എന്തുണ്ടെന്ന് അറിഞ്ഞൂടാ. അടുത്ത വീട്ടിൽ വന്നിട്ടുള്ള സംസാരം സ്കൂളിലെ കാര്യങ്ങളായിരിക്കും. അതിനൊരു 10, 15 മിനിറ്റ് കഴിഞ്ഞിട്ടേ അടുത്ത് ചോറ് കഴിക്കാൻ തുടങ്ങുള്ളൂ. ലേറ്റ് ആയിട്ടാണ് ഫുഡ് കഴിക്കാൻ ഇരിക്കണമെങ്കിൽ അവർക്ക് വിശപ്പെന്ന് പറയണ ഒരു ഇതില്ല. എല്ലായിടത്തുള്ള മക്കളും ഇങ്ങനെ ആയിരിക്കും അല്ലേ? പിന്നെ അവർക്കുള്ള ഫുഡും കൊണ്ടാണെന്നും വരാറുള്ളത്. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് 3 പേരും റെഡിയായി ട്യൂഷന് പോകാൻ വേണ്ടി. അച്ചും പൊന്നും മാത്രമായിരുന്നു ആദ്യം ട്യൂഷന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർ ഒറ്റയ്ക്ക് പോവായിരുന്നു. ആദ്യക്കുട്ടനും കൂടെ ട്യൂഷന് പോകുന്നത് കൊണ്ടാണ് ഞാൻ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇല്ലെങ്കി റോഡ് സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും എന്നുള്ള ഒരു പേടിയുള്ളത് കൊണ്ടാണ് ഞാൻ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളൊരു കുട്ടി വിശേഷമായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത് വേണ്ടത് നിങ്ങളെ സപ്പോർട്ടാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.